2023 മാർച്ച് 2-നാണ് ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ പ്ലാസ്റ്റിക് മലക്ക് തീപിടിച്ച് നാടിനെയാകെ പുകയിൽ മുക്കിയത്. 13 ദിവസം വേണ്ടി വന്നു ആ പുക കെടുത്താൻ. നൂറുകണക്കിന് പേരാണ് പുക ശ്വസിച്ച് ചികിത്സ തേടിയത്. ബ്രഹ്മപുരത്തെ തീപിടുത്തം ജാഗ്രതയോടെ ഒരു വർഷം പിന്നിടുമ്പോഴും ഇവിടെ നടപ്പാക്കാൻ ഉദ്ദേശിച്ച പദ്ധതികൾ പലതും പാതി പോലും പിന്നിട്ടിട്ടില്ല. എന്താണ് ബ്രഹ്മപുരത്തിന് സംഭവിച്ചത്? ഏക്കറുകളോളം പരന്നു കിടക്കുന്ന ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ പ്ലാസ്റ്റിക് മലകൾക്കിടയിലൂടെ ഫയർ എഞ്ചിനുകൾക്ക് യഥേഷ്ടം സഞ്ചരിക്കാൻ കഴിയും വിധം പാതയൊരുക്കാമെന്നായിരുന്നു പ്രധാന തീരുമാനം. എന്നാൽ അത്തരമൊരു പാതയോ ഫയർ എഞ്ചിനുകൾ ചെല്ലാനുള്ള റോഡിലേക്കുള്ള വഴികളോ ഇപ്പോഴും പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. കണ്ണെത്താ ദൂരം പരന്നു കിടക്കുന്ന മാലിന്യമലയിലെ വിവിധ ഇടങ്ങളിലായി വാച്ച് ടവറുകൾ സ്ഥാപിക്കാമെന്നതായിരുന്നു പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലൊന്ന്. നിലവിലുള്ളതാകട്ടെ ഒരേ ഒരു വാച്ച് ടവർ മാത്രം. അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന തീപിടുത്തങ്ങൾ നിർവീര്യമാക്കാൻ പ്ലാന്റിലെ ജലസംഭരണ ശേഷി കൂട്ടുമെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത്. നിലവിലുള്ളതാകട്ടെ 50,000 മാത്രമാണ്. അതിനപ്പുറത്തേക്ക് പോകുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല. ബ്രഹ്മപുരത്ത് ഇനിയൊരു തീപിടുത്തം ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകൾ പലതും നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത് സംബന്ധിച്ച അഗ്നിരക്ഷാസേന വിജിലൻസ് വിഭാഗം ബന്ധപ്പെട്ട അധികൃതർക്ക് കത്ത് കൈമാറിയിട്ടുണ്ട്. ക്യാമറമാൻ നിഖിൽ ജോസഫിനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.